السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنعم على عباده بمواسم الخيرات، أحمده وأشكره على نعمه وآلائه السابغات، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن سيدنا ونبينا محمدا عبده ورسوله أول سابق إلى الخيرات، صلى الله عليه وعلى آله وصحبه وأتباعه المسارعين في الصالحات وسلم تسليما مزيدا إلى يوم الدين. أما بعد. ദുൽഹജ്ജ് 10 അഥവാ പെരുന്നാൾ ദിവസം. ദുൽഹജ്ജ് 10 പെരുന്നാൾ ദിനം ഹാജിമാരുടെ കർമ്മനിരതമായ സുദിനമാണ്. അറഫയും മുസ്ദലിഫയും കഴിഞ്ഞ് ശരീരം തളർന്നുവെങ്കിലും മനസ്സ് തികച്ചും സംതൃപ്തമാണ്. തൻ്റെ ജീവിതത്തിൽ വലിയൊരു കാര്യം നിർവഹിച്ച അല്ലെങ്കിൽ തൻ്റെ ചിരകാലാഭിലാഷം പൂവണിഞ്ഞ ആത്മനിർവൃതിയോടെ ഹാജിമാർ പെരുന്നാൾ ദിനം ആചരിക്കുകയാണ്. അന്ന് ഹാജിമാർക്ക് ചെയ്യാനുള്ള പ്രധാന കാര്യങ്ങൾ 4 1. ജംറത്തുൽ അഖബയെ എറിയുക. 2. അറവ് നടത്തുക. 3. മുടി എടുക്കുക. 4. ഇഫാലത്തിൻ്റെ അഥവാ ഫറലായ തവാഫ് ചെയ്യുക. ഈ 4 ക്രമപ്രകാരം ചെയ്യുന്നത് സുന്നത്താണ്. എന്നാലോ ഈ ക്രമം പാലിക്കൽ നിബന്ധനയില്ല, ഷർത്തില്ല. എന്നാലോ ഈ പറഞ്ഞ ക്രമം പാലിച്ചില്ലെങ്കിൽ ശ്രേഷ്ഠത പാഴായിപ്പോകും എന്നേ ഉള്ളൂ. എപ്പോഴാണ് സമയ ആരംഭം? ജംറത്തുൽ അഖബ എറിയുക, മുടി എടുക്കുക, തവാഫ് ചെയ്യുക എന്നിവയുടെ സമയം പെരുന്നാൾ അർദ്ധരാത്രിയോടെ ആരംഭിക്കുന്നതാണ്. എന്നാൽ ജംറ എറിയേണ്ട ശ്രേഷ്ഠ സമയം സൂര്യോദയം മുതൽ മധ്യാഹ്നം വരെയും ഉത്തമ സമയമെന്ന് പറയുന്നത് സൂര്യാസ്തമയം വരെയുമാണ്. എന്നാലോ അയ്യാമുത്ത ശരീക്ക് കഴിയും വരെ എറിയാം എന്ന പ്രത്യേകത കൂടി ഇതിനുണ്ട്. ഓർക്കുക, മുടിയെടുക്കുന്നതിനും തവാഫുൽ ഇഫാലയ്ക്കും അവസാന സമയം നിർണിതം അല്ല. മരണത്തിന് മുൻപ് എപ്പോഴെങ്കിലും ചെയ്താൽ മതി. പക്ഷേ അവ പൂർത്തിയാക്കുന്നത് വരെ ഇഹ്റാമിൽ നിന്ന് പൂർണ്ണ വിരാമം സാധിക്കുകയില്ല എന്ന തിരിച്ചറിവ് ഹാജിമാർക്ക് നല്ലതാണ്. എപ്പോഴാണ് തൽബിയത്തിൻ്റെ സമയം? ജംറ എറിയുക, മുടിയെടുക്കുക, തവാഫ് ചെയ്യുക ഇവ 3-ൽ 1 തുടങ്ങുന്നതോടെ തൽബിയത്തിൻ്റെ സമയം അവസാനിച്ചു. പിന്നീട് ഹജ്ജിൻ്റെ കർമ്മങ്ങളിലൊന്നും തൽബിയത്ത് ചെല്ലേണ്ടതില്ല. പിന്നീട് അങ്ങോട്ട് തക്ബീറാണ് ഉള്ളത്. പെരുന്നാൾ ദിനം ളുഹർ മുതൽ ദുൽഹജ്ജ് 13 സുബഹി വരെ എല്ലാ നിസ്കാരങ്ങളുടെയും പിറകെ തക്ബീർ ചൊല്ലൽ ഹാജിമാർക്ക് സുന്നത്താണ്. പെരുന്നാൾ നിസ്കാരം ഹാജിമാർക്ക് ജമാഅത്തായി നിസ്കരിക്കൽ സുന്നത്തില്ല. തന്നെയുമല്ല, മിനയിൽ വെച്ച് ഒറ്റക്ക് നിസ്കരിക്കൽ സുന്നത്താണെന്ന അഭിപ്രായവും ഉണ്ട്. ഇനി ഇഹ്റാമിൽ നിന്ന് എപ്പോഴാണ് വിരാമം ലഭിക്കുക? ഇഹ്റാമിൽ നിന്ന് വിരമിക്കുന്നതിന് തഹല്ലുൽ എന്നാണ് പറയുക. പൂർണ്ണ തഹല്ലുൽ നേടുന്നതോടെ നേരത്തെ നിഷിദ്ധമായിരുന്ന എല്ലാ കാര്യങ്ങളും അനുവദനീയമാകുന്നതാണ്. എന്നാൽ ഹജ്ജിന് 2 തഹല്ലുലുണ്ട്. 1 തഹല്ലുൽ അവ്വൽ, അതിന് അർദ്ധവിരാമം എന്ന് പറയുന്നു. മറ്റൊന്ന് തഹല്ലുൽ സാനി, അതിന് പൂർണ്ണ വിരാമം എന്നും പറയും. ഈ തഹല്ലുൽ അവ്വൽ, അർദ്ധവിരാമം എപ്പോഴാണ്? ജംറത്തുൽ അഖബ എറിയുക, മുടി നീക്കുക, തവാഫും സഅയുമുണ്ടെങ്കിൽ അതും ചെയ്യുക. ഈ 3 കാര്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും 2 ചെയ്താൽ 1-ാം തഹല്ലുലായി. അതോടുകൂടി സ്ത്രീബന്ധവും വിവാഹവുമല്ലാത്ത എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്നായി. മാത്രമല്ല, സുഗന്ധം ഉപയോഗിക്കലും ചുറ്റിത്തുന്നിയ വസ്ത്രങ്ങൾ ധരിക്കലും ഇതോടെ അനുവദനീയം ആണ്. എപ്പോഴാണ് തഹല്ലുൽ സാനി അഥവാ പൂർണ്ണവിരാമം? 2-ാം തഹല്ലുൽ നേടണമെങ്കിൽ മേൽ പറയപ്പെട്ട 3 കാര്യങ്ങളും നിർവഹിച്ചിരിക്കണം. അവ 3ഉം നിർവഹിച്ചു കഴിഞ്ഞാൽ സംയോഗം ഉൾപ്പെടെ ഇഹ്റാം മൂലം നിഷിദ്ധമായ
എല്ലാ കാര്യങ്ങളും അനുവദനീയമായി. എങ്കിലും അയ്യാമുത്തശ്ശരീക്കിൻ്റെ ദിവസങ്ങളിലുള്ള എറിയൽ കൂടി കഴിയും വരെ സ്ത്രീബന്ധം ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. അയ്യാമുത്തശ്ശരീക്ക് കഴിയും വരെ ജംറത്തുൽ അഖബ എറിയാത്തവർ അതിനു പരിഹാരമായി ചെയ്യുന്ന കാര്യങ്ങൾ നിർവഹിക്കുന്നതിലൂടെ പൂർണ്ണ തഹല്ലുൽ നേടുന്നു. നല്ല കാര്യങ്ങളിൽ സഹായികളാകാൻ എല്ലാവർക്കും സർവാധിനാഥൻ സൗഭാഗ്യം നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.